നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അടതാപ്പ് എന്ന ഒരു കിഴങ്ങുവിളയാണ്. അടതാപ്പ് എന്ന പേരിൽ പുതുതലമുറയിൽപ്പെട്ട പേര് പലർക്കും അറിവില്ല. പ്രാചീന കാലം മുതൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തു വന്നിരുന്ന ഒരു കിഴങ്ങുവർഗ വിളയാണ് അടതാപ്പ്. ഉരുളക്കിഴങ്ങിനു പകരം ഉപയോഗിച്ചു വരുന്ന അടതാപ്പ് ഇറച്ചിക്കാച്ചിൽ, ഇറച്ചിക്കിഴങ്ങ്, എയർ പൊട്ടറ്റോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഡയസ്കോറിയ ബൾബിഫറ എന്ന ശാസ്ത്രനാമത്തോടു കൂടിയ കിഴങ്ങുവിളയാണ് ഇത്. കാച്ചിലും ചെറുകിഴങ്ങും പോലെ പടർന്നു വളരുന്നതിനാൽ വള്ളികളിൽ ഉണ്ടാകുന്ന കായ്കളും ചുവട്ടിലുണ്ടാകുന്ന കിഴങ്ങുകളും ഭക്ഷ്യയോഗ്യമാണ്. ഇലകൾക്ക് കാച്ചിലിൻ്റെ ഇലകളോട് സാമ്യമുണ്ട്. വള്ളികൾ ഇടതുവശം ചുറ്റിയാണ് വളരുന്നത്. കൃഷിരീതി മറ്റ് കിഴങ്ങു വർഗ വിളകളോട് ഏറെക്കുറെ സാമ്യമുണ്ട്. വള്ളികളിലുണ്ടാകുന്ന കായ്കളാണ് പൊതുവെ നടീൽ വസ്തുവായി ഉപയോഗിച്ചു വരുന്നത്. ഒക്ടോബർ നവംബർ മാസത്തോടുകൂടി പൊഴിഞ്ഞു വീഴുന്ന മൂപ്പത്തിയ കായ്കൾ നടീൽ വരെ തണലിൽ സൂക്ഷിക്കണം. മുളപൊട്ടിയ കായ്കളാണ് നടുന്നതിന് ഏറ്റവും അനുയോജ്യം. അല്ലാത്ത പക്ഷം അത് അഴുകിപ്പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി വിളകൾ വിത്തുകളായി നടാം. കാച്ചിലും ചേനയും ഒക്കെ നടുന്നത് പോലെ നല്ലവണ്ണം കിളച്ച് വിസ്താരത്തിൽ തടങ്ങളെടുത്ത് കരിയിലയും മറ്റ് ജൈവവളങ്ങളും ചേർത്ത് കുഴി മൂടി അതിൻ്റെ മുകളിലാണ് വിത്തുകൾ നടുന്നത്. ശേഷം അല്പം മേൽമണ്ണ് ഉപയോഗിച്ച് വിത്ത് ഉറപ്പിച്ചു കൊടുക്കണം. മുളച്ച് വള്ളി വീശുന്നതനുസരിച്ച് പടരുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുകയും വളർച്ചാഘട്ടത്തിൽ പച്ചച്ചാണകം കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ആവശ്യാനുസരണം നനച്ചു കൊടുക്കുകയുമാണ്. പ്രത്യേക പരിപാലനമൊന്നും തന്നെ ഇതിനാവശ്യമില്ല. വിളവെടുപ്പ് രണ്ട് തവണകളിലായിട്ടാണ്. കായ്കൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലും കിഴങ്ങുകൾ ഏകദേശം ചെടി ഉണങ്ങുന്നതനുസരിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളിലും വിളവെടുക്കാം. മറ്റ് കിഴങ്ങുവിളകളെപ്പോലെ വെള്ളത്തിൽ വേവിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അടതാപ്പ്. ഔഷധമൂല്യമുള്ള ഒരു കിഴങ്ങ് കൂടിയാണ് ഇത്. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. സന്ധിരോഗത്തിനുള്ള മരുന്നായും അടതാപ്പ് കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് അടതാപ്പ് എന്ന കിഴങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ്. ഇതിത്ര മാത്രം. നന്ദി, നമസ്കാരം.